അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്കയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ. യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവരക്കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങളുടെ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായിട്ടായിരുന്നു കളക്ടറേറ്റിൽ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ യോഗം നടന്നത്. കുടുംബങ്ങൾക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാര കാര്യങ്ങളിൽ യോഗം തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. എന്നാൽ പുനരധിവാസ കാര്യത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്ക ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. BSc നഴ്സിംഗ് പഠിച്ച് പഠനം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ആ കുട്ടിക്ക് ഈ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരു സർക്കാർ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ അടുത്ത് ആവശ്യപ്പെട്ടായിരുന്നു. അതിനും ഒരു തീരുമാനമുണ്ടാവണം. യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവരക്കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു. മരിച്ച ബിജുവിന്റെ മകൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം പരിഗണിക്കണം. ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുള്ള ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം. നിർമ്മാണ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും പ്രതിനിധികൾ ദുരിതബാധിതരുമായി ആശയവിനിമയം നടത്തണം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഓറഞ്ച് സോണായി തിരിച്ചിട്ടുള്ള ഇടത്തേക്ക് ആ ഭാഗത്ത് താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് തിരികെ മടങ്ങാമെന്ന വിലയിരുത്തൽ ആശങ്കയുളവാക്കുന്നതാണ്. ഇടിഞ്ഞ ഭാഗത്ത് തന്നെ ഇടിയാൻ തക്ക രീതിയിൽ മണ്ണവശേഷിക്കുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം. ഇക്കാര്യങ്ങളിലൊക്കെയും പ്രശ്നപരിഹാരം കാണണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി.